രമേ, സരോവരത്തിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് വരികൾ, സരോവരമേ. പിന്നെ പെട്ടെന്ന് ഈ സരോവരത്തിനെ ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് സങ്കല്പിക്കുകയാണ് കവി. ഇപ്പോൾ വിവരിച്ച ഈ സരോവരത്തിനെ ഒരു സുന്ദരിയായ സ്ത്രീയായിട്ട് സങ്കല്പിച്ചിട്ട് ആ സുന്ദരിയുടെ നീലവാർമുടി ചുരുളുകൾക്കിടയിൽ ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. ഇത് നമ്മളൊന്ന് ഒന്നുകൂടി ഡെപ്തിൽ ആലോചിക്കുമ്പോൾ ഇതൊരു ആവാസ വ്യവസ്ഥ, ശിശിരം, വസന്തം, അരയന്നങ്ങൾ, താമരപ്പൂക്കൾ, മറ്റനവധി സസ്യജാലങ്ങളും ജന്തുക്കളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സരോവരം. അപ്പോൾ ഈ നായകൻ പറയുന്നത് ഞാനും ആ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ സരോവരത്തിനെ ഒരു സുന്ദരിയായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ജീവിതവും എൻ്റെ മോഹങ്ങളും കൊണ്ട് അല്പകാലം ഈ ഊട്ടിയിലുള്ള ആ